ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ സുപ്രീംകോടതിയിൽ നിർണായക നിലപാടുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതാത് വിഭാഗത്തിന് തീരുമാനിക്കാമെന്ന NSSന്റെ വാദത്തിൽ ബോർഡ് എതിർപ്പ് ഉന്നയിച്ചു. കോടിക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന മതവിശ്വാസം തെറ്റാണെന്ന് പ്രഖ്യാപിക്കാൻ കോടതിക്ക് കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പേരിൽ മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാനാവില്ലെന്ന് ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. ജാതിയുടെയോ ലിംഗഭേദത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം അംഗീകരിക്കാനാവില്ലെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. ശബരിമലയിലെ ആചാരങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം അവകാശമല്ലെന്ന് വ്യക്തമാക്കിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ നിരത്തിയത്. NSS മുന്നോട്ട് വച്ച വാദങ്ങളെ ബോർഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി എതിർത്തു. ശബരിമലയിലെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും ആ സങ്കല്പത്തെ സംരക്ഷിക്കാനാണ് പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ അകറ്റി നിർത്തുന്നതെന്നും ബോർഡ് കോടതിയിൽ പറഞ്ഞു. ഇത് ഭരണഘടനാപരമായ വിവേചനമായി കാണാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ പക്ഷം. ക്ഷേത്രത്തിലെ നിയമങ്ങൾക്കും ദൈവസങ്കല്പത്തിനുമാണ് മുൻഗണന നൽകേണ്ടത്. വിശ്വാസികളെ കോടതികൾ മാനിക്കണം. ആചാര വിഷയങ്ങൾ വസ്തുനിഷ്ഠമായല്ല, മറിച്ച് ആത്മനിഷ്ഠമായാണ് പരിശോധിക്കേണ്ടതെന്നും ഓരോ കേസിന്റെയും വസ്തുതകൾ കണക്കിലെടുക്കണമെന്നും ബോർഡ് ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ അനുച്ഛേദം 26B എന്നത് 25(2)B വിധേയമാണെന്ന് ബോർഡ് ചൂണ്ടിക്കാട്ടി. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മതവിഭാഗക്കാർക്ക് അവകാശമുണ്ടെങ്കിലും സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് ബോർഡ് വാദിച്ചു. പൊതുസ്വഭാവമുള്ള മതസ്ഥാപനങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകാൻ ഭരണഘടന അനുശാസിക്കുന്നു. നേരത്തെ NSSനും അയ്യപ്പ സേവാ സമാജത്തിനു വേണ്ടി ഹാജരായ CS വൈദ്യനാഥൻ സംസ്ഥാനത്തിന്റെ അധികാരത്തേക്കാൾ മതവിഭാഗത്തിന്റെ അവകാശത്തിനാണ് മുൻഗണന എന്ന് വാദിച്ചിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോടതിയുടെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്ന സൂചനയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്ന വിശ്വാസം തെറ്റാണെന്ന് പറയാൻ കോടതിക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. തലമുറകളായി കൈമാറി വരുന്ന അത്തരം വിശ്വാസങ്ങളെ അവിശ്വസിക്കുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. വിശ്വാസ പ്രമാണങ്ങളിൽ കോടതികൾ അമിതമായി ഇടപെടുന്നത് മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന നിരീക്ഷണമാണ് ജസ്റ്റിസ് നാഗരത്ന മുന്നോട്ട് വച്ചത്. ഒരു വിഭാഗത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്ന് മറ്റ് ഹിന്ദു വിഭാഗങ്ങളെ ഒഴിവാക്കുന്നത് ഹിന്ദു മതത്തിന് തന്നെ ദോഷം ചെയ്യുമെന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. ആചാര സംരക്ഷണവും ഭരണഘടനാപരമായ തുല്യതയും തമ്മിലുള്ള വലിയ നിയമയുദ്ധത്തിനാണ് സുപ്രീം കോടതി വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. ആചാരങ്ങളും ലിംഗസമത്വവും തമ്മിലുള്ള നിയമ പോരാട്ടത്തിൽ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് കോടതിയുടെ ഈ പുതിയ നിരീക്ഷണങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.